5ാം ക്ലാസ് മുതൽ ഇപ്പോൾ 54 വയസ്സായി. 5 വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അച്ഛൻ കേരള കോൺഗ്രസ് വലിയ നേതാവാണ്. നല്ല അനുഭവമാണ്. ആ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ആര്യയുടെ ഷൗക്കത്ത് ഇവിടെ പരാജയപ്പെട്ടാൽ മാർത്തോമ കോളേജിൻ്റെ മുമ്പിൽ വെച്ചിട്ട്, ചുങ്കത്തറ മാർത്തോമ കോളേജിൻ്റെ മുമ്പിൽ പരസ്യമായി വോട്ടടിക്കുമെന്ന് ഞാൻ ഇവിടെയും പറയുകയാണ്. ആര്യയുടെ ഷൗക്കത്ത് ബാപ്പുട്ടിക്ക ഇവിടെ തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല. തോറ്റാൽ പരസ്യമായി മാർത്തോമ കോളേജിന് മുമ്പിൽ, ചുങ്കത്തറ മാർത്തോമ കോളേജിന് മുമ്പിൽ കൗണ്ടിങ് ദിവസം പരസ്യമായി മുട്ടയടിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു സംശയമില്ല. നിങ്ങൾക്ക് ആര്യാടൻ ഷൗക്കത്ത്, ഞങ്ങൾക്ക് ബാപ്പുട്ടി. തന്നെ ജയിക്കും 100%. ബാപ്പുട്ടി എൻ്റെ കയ്യിൽ രോമാണ് ഞങ്ങളിത് ആര്യാടൻ്റെ മണ്ണ, മലപ്പുറം എന്ന് പറയുന്നത് ആര്യാടൻ്റെ മണ്ണത്. ഈ മലപ്പുറത്ത് മണ്ണ് പറഞ്ഞാൽ ആര്യാടൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ മണ്ണ. ഈ തറവാട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ബാപ്പുട്ടിക്കാട് വീട് എന്നത് ഏതൊരാൾക്കും ഈ വടപുറം പാലത്തിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ എന്നുള്ളത് മറ്റൊന്നുമില്ല. തുറന്നിട്ടെടുത്തേക്ക് ഏത് പാതിരാത്രിയിലും കടന്നു വരാൻ പറ്റും. ശിവരാജേഷാണ്, കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗത്തിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ മുൻ മെമ്പറാണ്, പഞ്ചായത്ത് മെമ്പറാണ്. ഞങ്ങൾ വളരെ ദിവസങ്ങളായി തന്നെ ഇവിടെ വരാറുണ്ട്. തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിലൊക്കെ സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട്. 7 ദിവസമായി 263 ബൂത്തിൽ 3/4 ബൂത്തുകളിലും ഞങ്ങളിവിടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടു. തീർച്ചയായിട്ടും ഞാൻ നോക്കിയതിൽ ഒരു 15,000 വോട്ടിന് മേലെ, അത് 25,000 വരെ ആകാം, അങ്ങോട്ട് കിടക്കാം. 15,000 വോട്ടിൽ ഒരു വോട്ട് പോലും കുറയാതെ 15,000 വോട്ടിന് മേലെ അങ്ങോട്ട് ആര്യയുടെ ഷൗക്കത്ത് ജയിക്കും. ഈ 15,000 വോട്ട് എന്നുള്ളൊരു ഫിഗർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പാർട്ടി പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ കൂടി, ആ ഒരു പ്രതീക്ഷ പുറത്തുവിട്ടില്ലെങ്കിൽ കൂടി ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്. ആ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണ്? ഞാൻ ആത്മവിശ്വാസം പറഞ്ഞപ്പോൾ പാലക്കാട് എനിക്ക് വോട്ട് ഇവിടെ വോട്ടില്ല. ഇവിടെ നിലമ്പൂരും ഇടയ്ക്കും ഇവിടെ നിലമ്പൂർ ടൗണിൻ്റെ ഉള്ളിലൊക്കെ കുറേ എൻ്റെ സ്വന്തക്കാരുടെ വോട്ടുണ്ട്. ആ വോട്ട് ഞങ്ങൾക്ക് UDF അനുകൂലമാക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ വോട്ട് ഞങ്ങൾക്ക് അനുകൂലമാണ്. സുമാർ ഞാൻ പ്രവർത്തിച്ചപ്പോൾ പാലക്കാട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ പറഞ്ഞിരുന്നു 15,000-ൻ്റെ 20,000 വോട്ടിൻ്റെ ഇടയിൽ രാഹുൽ മാങ്കുടത്ത് ജയിക്കും പറഞ്ഞു. അതുപോലെ 17,000 ചില്ലാന വോട്ടിന് അവിടെ ജയിച്ചത്. അന്ന് മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയെന്ന് കേട്ടു, അതെന്തായിരുന്നു? രാഹുൽ തോറ്റാൽ പരസ്യമായി കൗണ്ടിങ് സ്ഥലത്ത് ഞാൻ മുട്ടയടിക്കുമെന്ന് പറഞ്ഞത് ഞാനാണ്. ചാനലുകളിലൊക്കെ പറഞ്ഞാണ്. അത് യാദൃശ്ചികമായ ഒരു വികാരമായ ഒരു വിഷയമായിട്ട് വന്നാണ്. ദയവീത് എനിക്ക് എൻ്റെ ആവശ്യം വന്നില്ല. വളരെ 5ാം ക്ലാസ് മുതൽ ഇപ്പോൾ 54 വയസ്സായി. 5 വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അച്ഛൻ കേരള കോൺഗ്രസ് വലിയ നേതാവാണ്. നല്ല അനുഭവമാണ്. ആ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ആര്യയുടെ ഷൗക്കത്ത് ഇവിടെ പരാജയപ്പെട്ടാൽ മാർത്തോമ കോളേജിൻ്റെ മുമ്പിൽ വെച്ചിട്ട്, ചുങ്കത്തറ മാർത്തോമ കോളേജിൻ്റെ മുമ്പിൽ പരസ്യമായി വോട്ടടിക്കുമെന്ന് ഞാൻ ഇവിടെയും പറയുകയാണ്. ആര്യയുടെ ഷൗക്കത്ത് ബാപ്പുട്ടിക്ക ഇവിടെ തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല. തോറ്റാൽ പരസ്യമായി മാർത്തോമ കോളേജിന് മുമ്പിൽ, ചുങ്കത്തറ മാർത്തോമ കോളേജിന് മുമ്പിൽ കൗണ്ടിങ് ദിവസം പരസ്യമായി മുട്ടയടിക്കാൻ ഞാൻ തയ്യാറാണ്.